സൂര്യകാന്തി പൂക്കൾ ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുന്നത് കാണണോ? എന്നാൽ നേരെ വിട്ടോ സുന്ദരപാണ്ഡ്യപുരത്തേക്ക്. തമിഴ്നാട്ടിലെ തെങ്കാശി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു മനോഹരമായ ഗ്രാമമാണ് കേട്ടോ സുന്ദരപാണ്ഡ്യപുരം. പച്ചപ്പും കൃഷിയിടങ്ങളും ചുറ്റിപ്പറ്റിയിരിക്കുന്ന ഈ പ്രദേശം പ്രകൃതി സൗന്ദര്യത്തിനും സമാധാനപരമായ ഗ്രാമീണ ജീവിതത്തിനും പ്രശസ്തമാണ് കേട്ടോ. ഈ ഒരു റൂട്ടൊക്കെ കണ്ടോ, തമിഴ്നാട്ടിലോട്ട് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല രസമാണ് കേട്ടോ യാത്ര ചെയ്യാനായിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ തമിഴ്നാട്ടിലൂടെയുള്ള യാത്ര എന്ന് പറയുന്നത്. ഈ വിൻഡ് മില്ലുകളൊക്കെ ദൂരത്തുനിന്ന് കാണുമ്പോഴത്തേക്ക് വളരെ ചെറുതായിട്ട് നമുക്ക് തോന്നും, പക്ഷേ എൻ്റെ അടുത്ത് ചെന്നൊന്ന് നോക്കി അറിയാൻ കേട്ടോ അതിൻ്റെ വലുപ്പം എന്താണെന്നുള്ളത്. ഈ ഒരു ഗ്രാമത്തിൻ്റെ ഭംഗിയുണ്ട്. ഒരുപാട് തമിഴ് സിനിമാ ഗാനങ്ങളൊക്കെ ഇവിടെ ചിത്രീകരിച്ചിട്ടുണ്ട് കേട്ടോ. റോജ, ജെൻറ്റിൽമാൻ, മുതൽവൻ പോലെയുള്ള സിനിമകളിലെ ഹിറ്റ് ഗാനങ്ങളൊക്കെ ഇവിടെയാണ് ചിത്രീകരിച്ചേക്കുന്നത്. ഇത് കണ്ടോ, വഴിയിൽ സവോള ഇങ്ങനെ കൂട്ടിയിട്ടേക്കുന്നത് കണ്ടോ. ഇപ്പോൾ സവോളയുടെയും ഉള്ളിയുടെയൊക്കെ വിളവെടുപ്പിൻ്റെ ഒരു സമയമാണെന്ന് തോന്നുന്നു കേട്ടോ. ധാരാളം ഉള്ളിയും സവോളയൊക്കെ വഴിയിലിങ്ങനെ കൂട്ടിയിട്ടിട്ടുണ്ട്. കുറേയൊക്കെ ഇതുപോലെ ചാക്കിൽ കെട്ടിയൊരു ട്രാക്ടറിൽ വെച്ചിട്ടുണ്ട്. കേരളത്തിലേക്ക് മറ്റുമൊക്കെ വരാനുള്ളതായിരിക്കും. അങ്ങനെ നമ്മൾ മുമ്പോട്ട് പോയപ്പോഴത്തേക്ക് ഇവിടെ ഉള്ളി വിളവൊക്കെ എടുക്കുന്നുണ്ട് കുറച്ച് ആൾക്കാരൊക്കെ. പിന്നെ കുറേ നെല്ലിമരങ്ങളും കണ്ടു കേട്ടോ. നെല്ലിത്തോട്ടമാണ് ഇത്. ഈ ഒരു വലുപ്പത്തിലുള്ള നെല്ലിക്കയാണ് ഈ മരത്തിലുള്ളത്. ഇതുണ്ടോ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ നെല്ലിക്ക? പിന്നെ നമ്മൾ കണ്ട ഒരു കൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുളക് കൃഷിയാണ് കേട്ടോ. മുളകൊക്കെ വിളവെടുപ്പ് ആയി വരുന്നേ ഉള്ളൂ. അത്യാവശ്യം വലുപ്പമൊക്കെ വെച്ചിട്ടുണ്ട് മുളകിന്, പക്ഷേ വിളവെടുത്ത് തുടങ്ങിയിട്ടില്ല എന്ന് തോന്നുന്നു. ഉടനെ തന്നെ വിളവെടുക്കാനുള്ള ഒരു പാകത്തിലൊക്കെ ആയിട്ടുണ്ട് പച്ചമുളക്. കുറച്ചുകൂടെ മുന്നോട്ട് ചെന്നപ്പോഴത്തേക്ക് നല്ലൊരു തെങ്ങൻ തോപ്പ് കണ്ട് നമ്മൾ നടത്തിയതാണ് കേട്ടോ. ഇപ്പോഴാണ് അതിൻ്റെ താഴെ നമ്മുടെ മല്ലി കൃഷി ചെയ്തിട്ടുണ്ട്. ഇത് കണ്ടോ, നല്ല ഫ്രഷ് മല്ലിയിലകളൊക്കെ കണ്ടോ. എന്നാ ഒരു ഭംഗിയാണെന്നറിയോ ഇതൊക്കെ കാണാനായിട്ട്. നല്ല രസമാണ് കേട്ടോ ഇതുവഴിയുള്ള യാത്ര എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ ലാസ്റ്റ് നമ്മുടെ സൂര്യകാന്തി പാടത്തിന് അടുത്തെത്തിയിട്ടുണ്ട് കേട്ടോ. അവിടെ കുറേ കരിക്കൊക്കെ ഇങ്ങനെ കൂട്ടിയിട്ടിട്ടുണ്ട്. സൂര്യകാന്തി ഇങ്ങനെ പൂത്ത് നിൽക്കുന്ന കാണാനായിട്ട് ഭയങ്കര രസമാണ് കേട്ടോ. ഈ ഒരു തോട്ടത്തിൽ നമുക്ക് കയറുന്നതിന് ഒരാൾക്ക് 50 രൂപ വെച്ച് കൊടുക്കണം. ഇവിടെ ഒരുപാട് ആൾക്കാർ ഫോട്ടോ എടുക്കാനും ഈ ഒരു സൂര്യകാന്തി പൂത്ത് നിൽക്കുന്ന കാണാനും ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇത് ഒറ്റ ദിവസം കൊണ്ട് പോയി കണ്ടുവരാനായിട്ടുള്ള ഒരു വൺ ഡേ ട്രിപ്പിനൊക്കെ പറ്റിയൊരു സ്ഥലമാണ് കേട്ടോ. ഞങ്ങൾ മുണ്ടക്കയത്ത് നിന്ന് രാവിലെ എരുമേലി, റാന്നി കൂടിയാണ് പോയത്. അവിടുന്ന് നേരെ പുനലൂർ വഴി തെങ്കാശി എത്തി. തെങ്കാശിയിൽ നിന്ന് നമ്മൾ ഈ ഒരു കൃഷി സ്ഥലങ്ങളും അതുപോലെ തന്നെ ഈ സൂര്യകാന്തി പൂത്ത് നിൽക്കുന്നതുമൊക്കെ കണ്ട് ഒരു ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് അവിടുന്ന് തിരിച്ചു പോരാനായിട്ട് സാധിച്ചു. നല്ല ഭംഗിയാണ് കേട്ടോ ഈ സൂര്യകാന്തി പൂത്ത് നിൽക്കുന്നത് കാണാനായിട്ട്. അങ്ങനെ സൂര്യകാന്തി പാടമൊക്കെ കണ്ട് നമ്മൾ നേരെ തിരിച്ച് അച്ചൻകോവിൽ വനത്തിലൂടെയുള്ള ഒരു യാത്ര ചെയ്താണ് കേട്ടോ വന്നത്. ഇവിടെ ഈ ചെക്ക് പോസ്റ്റിൽ നമ്മുടെ പേര് വിവരങ്ങളൊക്കെ കൊടുത്താൽ മതി. ഈ വഴിക്ക് വരുമ്പോഴത്തേക്കും ഒരുപാട് വെള്ളച്ചാട്ടങ്ങളും അതുപോലെ തന്നെ കുളിക്കാനായിട്ടുള്ള ചെറിയ തോടുകളും ഒക്കെ ഉണ്ട് കേട്ടോ. കാട്ടിക്കൂടെയുള്ള യാത്രയാണ്. വളരെ സൂക്ഷിച്ച് വേണം പോകാനായിട്ട്. ധാരാളം വന്യമൃഗങ്ങളൊക്കെ ഉള്ള കാട് തന്നെയാണ്. ഈ വനത്തിലൂടെയുള്ള യാത്ര എന്ന് പറയുന്നതും വല്ലാത്തൊരു ഫീലാണ് കേട്ടോ. ഈ വെള്ളമൊക്കെ കണ്ടോ, നല്ല തെളിഞ്ഞ വെള്ളമാണ്. ധാരാളം മീനുകളെയൊക്കെ കാണാൻ കേട്ടോ ഇങ്ങോട്ടേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ. അങ്ങനെ ഞങ്ങൾ അച്ചൻകോവിലെത്തി കേട്ടോ. അതൊരു ചെറിയ ടൗണാണ്. കേരള തമിഴ്നാട് അതിർത്തിയിലുള്ള ഒരു ധർമ്മശാസ്ത്ര ക്ഷേത്രമാണ് കേട്ടോ അച്ചൻകോവിൽ എന്ന് പറയുന്നത്. അവിടെ നിന്നൊരു ചായയൊക്കെ കുടിച്ച് മുന്നോട്ട് വന്നപ്പോഴത്തേക്കും കണ്ടതാണ് കേട്ടോ ഈ ഒരു മയിലിനെ. പിന്നെ ഈ വനത്തിലൂടെയുള്ള യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ശ്രദ്ധാപൂർവം തന്നെ നമ്മൾ യാത്ര ചെയ്യണം. ഭയങ്കര പ്രകൃതി ഭംഗിയാണ് ഇതിലൂടെയുള്ള യാത്രയെന്ന് പറയുന്നത്. ഈ കാണുന്നത് വനത്തിലൂടെ ഒഴുകുന്ന അച്ചൻകോവിൽ ആറാണ് കേട്ടോ.